പ്രിയമുള്ള കുഞ്ഞുമക്കളെ, ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട്. വെറുതെ കിട്ടുന്നതാണെന്ന് വെച്ച് വലിച്ചു കയറ്റിയാൽ ആഹാരവും അപകടമായി മാറും. മധുര കഷായം എന്ന കഥ കേൾക്കൂ. ചിങ്കു, മിങ്കു, മതി, എത്ര ഐസ്ക്രീമാ കഴിച്ചത്? മുയലമ്മ കുഞ്ഞുങ്ങളെ വിളിച്ചു. കുഞ്ഞുങ്ങളുണ്ടോ കേൾക്കുന്നു? അവർ ഐസ്ക്രീമും പഴച്ചാറുകളും കായ്കനികളും വയറു നിറയെ കഴിച്ചു. ചിപ്പു അണ്ണാനും ഒട്ടും മോശമല്ല. ചില്ലാരിക്കാട്ടിലെ ചെല്ലൻ കുരങ്ങൻ്റെ കുഞ്ഞുമോളുടെ പിറന്നാളാണ്. പിറന്നാളിന് വന്ന കുരങ്ങൻ കുട്ടികളും അണ്ണാൻ കുഞ്ഞുങ്ങളും മുയൽ കുട്ടികളും മത്സരിച്ചാണ് തീറ്റ. ചിക്കു അണ്ണാനോട് മുതിർന്ന കുരങ്ങച്ചൻ ചോദിച്ചു, എന്താ ചിക്കു തിന്നുന്നേ? വയറിതു പൊട്ടാറായല്ലോ. ഐസ്ക്രീമേറെ തിന്നീടിൽ വയറു കുഴപ്പത്തിലായിടും. ചിപ്പു അതൊന്നും കേൾക്കാതെ പിന്നെയും ഐസ്ക്രീം കുത്തിക്കയറ്റി. പിറ്റേന്ന് രാവിലെ മരപ്പൊത്തുകളിൽ നിന്നും മാളങ്ങളിൽ നിന്നും തുമ്മലും ചീറ്റലും ലഹള കേൾക്കുന്നുണ്ട്. ചിക്കുവണ്ണാൻ വയറുവേദന എടുത്ത് പുളയുകയാണ്. പിങ്കി മുയലിന് വിറയലും പനിയുമാണ്. ചിപ്പു തുമ്മലും ചീറ്റലുമായി വലഞ്ഞു. എല്ലാവരും അവശരായതിനാൽ വൈദ്യരപ്പൂപ്പനെ കൂട്ടിക്കൊണ്ടുവന്നു. പച്ചമരുന്നു തിളപ്പിക്കണം, നന്നായി കുറുകിച്ചു വറ്റിക്കണം, 4-5 പ്രാവശ്യം മാറി മാറി കയ്പൻ കഷായം കുടിച്ചിടണം. മധുരപാനീയങ്ങളും പഴങ്ങളും ഐസ്ക്രീമും തിന്ന് കിടപ്പിലായ മൃഗക്കുട്ടികൾക്ക് പലതരത്തിലുള്ള കയ്പൻ കഷായങ്ങളാണ് കരടിയപ്പൂപ്പൻ നിർദ്ദേശിച്ചത്. കഷായം കുടിക്കുന്ന ടുട്ടുമുയലിനെയും ചിപ്പു അണ്ണാനെയും നോക്കി ചെമ്പൻ കുരങ്ങ് ചോദിച്ചു, കഴിഞ്ഞ ദിവസം കഴിച്ച പഴച്ചാറിനാണോ ഈ കഷായത്തിനാണോ കൂടുതൽ രുചി? പഴച്ചാറാണെന്ന് കരുതി വേഗം കുടിച്ചോ, അമ്മ മുയലും പറഞ്ഞു. കൂട്ടുകാർ മറുപടി പറയാതെ കയ്പൻ കഷായം വലിച്ചു കുടിച്ചു.